പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ 40 മണി ദിവ്യകാരുണ്യ ആരാധനയുടെ ശതാബ്ദി ആഘോഷം വർണ്ണാഭമായി. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ 40 മണി ദിവ്യകാരുണ്യ ആരാധനയുടെ ശതാബ്ദി ആഘോഷം വർണ്ണാഭമായി. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. 40 മണി ദിവ്യകാരുണ്യ ആരാധന ശതാബ്ദി ആഘോഷിക്കാനായത് മുട്ടം ഇടവകയുടെ ആത്മീയ നിറവാണ് വിളിച്ചോതുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 100 വർഷങ്ങൾ ഇങ്ങനെ 40 മണി ആരാധന മുടങ്ങാതെ നടത്തിയതിൻ്റെ പുണ്യം കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു ദേവാലയത്തിന് അവകാശപ്പെടാനാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നിങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി ദൈവം കരുതി വെച്ച, സ്വർഗം കനിഞ്ഞനുഗ്രഹിച്ച പുണ്യമാണ്. ആ പുണ്യത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ എനിക്ക് പലരും പല ആശങ്കകളും അതുപോലെ പ്രതിസന്ധികളുടെ ഭാരവും എന്നോട് പറഞ്ഞപ്പോഴും എനിക്കറിയാമായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ ഉത്തരവാദിത്വം ഭാരിച്ചതാണെന്നറിയുമ്പോഴും ഇവിടുത്തെ വൈദികരും ദൈവജനവും ദൈവത്തെ ഇതുപോലെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ള ബോധ്യം കൊണ്ടാണ് എനിക്ക് എൻ്റെ ശുശ്രൂഷ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ സാധിച്ചത്. മാത്യു കുഴൽനാടൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ജനറൽ കൺവീനർ BK ജോർജ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് പള്ളിയങ്കണത്തിൽ നിന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിച്ചു. പ്രത്യേകം തയ്യാറാക്കുന്ന വാഹനത്തിലാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചത്. ഇതിനായി നഗരവീഥികൾ കൊടിയും തോരണങ്ങളും ദീപാലങ്കാരങ്ങളും കൊണ്ട് അലങ്കൃതമാക്കി. വൈദികരും സന്യസ്തരും വിശ്വാസികളുമടക്കം ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ അണിനിരന്നു. നഗരം ചുറ്റി ദേവാലയത്തിലെത്തി പ്രാർത്ഥനയോടെ സമാപിച്ചു. മുട്ടംപള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ സച്ചിൻ മാമ്പുഴയ്ക്കൽ, ഫാദർ ബിനു മുളവരിക്കൽ, ഫാദർ ജോസ് പാലത്തിങ്കൽ, ഫാദർ സിറിൽ പാലയ്ക്കൽ, ഫാദർ വർഗീസ് പാലാട്ടി, ഫാദർ ആഷിഖ് മറ്റേക്കാട്ട്, ഫാദർ അലക്സാണ്ടർ കൊച്ചിക്കാരൻ എന്നിവർ നേതൃത്വം നൽകി.